ഹലോ കുട്ടികളെ, ഇന്ന് 5ാം ക്ലാസ്സിലെ ഗണിതം ഭാഗം 1 പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് 2ാമത്തെ പാഠമായ സംഖ്യാലോകമാണ്. പാഠം 2 സംഖ്യാലോകം. പേരും പെരുമയും. സംഖ്യകളെക്കുറിച്ച് പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻപുള്ള ക്ലാസ്സുകളിൽ അല്ലേ. 4ാം ക്ലാസ് വരെ ഉള്ളതിൽ നമ്മൾ കുറേ സംഖ്യകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതിൽ അറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നിങ്ങൾ 4ാം ക്ലാസ് വരെ പഠിച്ചതിൽ അറിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് പറഞ്ഞേ? 10,000 അല്ലേ. ഇത്ര വരെ സംഖ്യകളുള്ളൂ? അതിനപ്പുറവും സംഖ്യകളില്ലേ? അതിനപ്പുറവും സംഖ്യകളുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞേ, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 1 അല്ലേ. ഈ 1-ൽ തുടങ്ങി നമ്മൾക്ക് എത്ര വലിയ സംഖ്യ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. നമ്മൾക്കറിയാം 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും വലിയ സംഖ്യകൾ വരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഏറ്റവും ചെറിയ സംഖ്യയിൽ നിന്നും തുടങ്ങി സംഖ്യകൾ വലുതാക്കിക്കൊണ്ടിരിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? 1 ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ. എന്നിട്ട് 1-ൻ്റെ വലതുഭാഗത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കും അല്ലേ. അപ്പം എന്താ വായിക്കുക? 10. 1-ൻ്റെ ഇടതുഭാഗത്ത് 0 ഇട്ട് കൊടുത്താലോ അതിന് വാല്യൂ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോഴും അതെന്താ വായിക്കുക? 1 തന്നെ ആവും. അപ്പം നമ്മൾ സംഖ്യകൾ വലുതാക്കാൻ എന്ത് ചെയ്യും? വലതുഭാഗത്താണ് 0 ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം എത്ര അക്കങ്ങളായി? 2 അക്കങ്ങളായി. 1, 0, 10. വീണ്ടും ആ 10-ൻ്റെ വലതുഭാഗത്ത് ഒരു 0 കൂടി ഇട്ട് കൊടുത്താലോ? ഇപ്പം എന്താ വായിക്കുക? 100. വീണ്ടും നമ്മൾ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 1000. പിന്നെ 10,000. ഇങ്ങനെ നമ്മൾക്ക് എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് സംഖ്യ വലുതാക്കാൻ പറ്റും. ഇതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇങ്ങനെ എഴുതുമ്പോൾ സംഖ്യകൾ വലുതാകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ ഏത് സംഖ്യ എഴുതിയത്? 1. സംഖ്യയിൽ 1 എന്ന അക്കത്തിൻ്റെ സ്ഥാനം എങ്ങോട്ടാണ് മാറിക്കൊണ്ടിരുന്നത്? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? ഇടത്തോട്ട് അല്ലേ. വലതുഭാഗത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇടത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? 1-ൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യം സ്ഥാനം മാറുമ്പോഴും അക്കത്തിന് എന്താ സംഭവിക്കുന്നതെന്നറിയോ? അതിൻ്റെ 10 മടങ്ങ് വലുതാകുകയാണ്. ഇനിയെന്ന് നോക്കാം. ആദ്യം നമ്മൾ എഴുതിയത് 1 അല്ലേ. പിന്നീട് 1-ൻ്റെ വലതുഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു 0 ഇട്ട് കൊടുത്തു. ഇപ്പോൾ 1-ൻ്റെ സ്ഥാനത്ത് 0-ഉം ഒരു സ്ഥാനം ഇടത്തോട്ട് മാറിയിട്ടാണ് ഇപ്പോൾ 1 കാണുന്നത്. ഇപ്പോൾ സംഖ്യ 10 അതായത് 1-ൻ്റെ 10 ഇരട്ടി ആയിട്ടുണ്ട്. ഇതുപോലെ വീണ്ടും ഒരു 0 കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വീണ്ടും 1-ൻ്റെ സ്ഥാനം ഒന്നുകൂടെ ഇടതുഭാഗത്തേക്ക് നീങ്ങി. ഇപ്പോൾ ആ സംഖ്യ എന്താ വായിക്കുക? 100 അതായത് 10-ൻ്റെ 10 ഇരട്ടി. വീണ്ടും ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായി മാറും സംഖ്യ? 1000 അല്ലേ. അതായത് 100-ൻ്റെ 10 ഇരട്ടി. 100 × 10 1000 കിട്ടി. ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് എത്ര വലിയ സംഖ്യകൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഉണ്ടാക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഒരു പെട്ടിയിൽ ആദ്യം 1 എഴുതി, വീണ്ടും നമ്മളൊരു 1-ൻ്റെ സ്ഥാനത്ത് 0 ചേർത്തു, 1 ഇടത് ഭാഗത്തേക്ക് പോയി. ഇപ്പോൾ 1-ൻ്റെ വാല്യൂ എന്താ? 10. വീണ്ടും ഒരു 0 കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ 100 അല്ലേ. ഇനി 10,000-ൻ്റെ കൂടെ നമ്മൾ ഒരു 0 കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായിരിക്കും അത് വായിക്കുക?
1,00,000. ഇനി 1,00,000-നോട് വീണ്ടും ഒരു 0 ചേർത്ത് കൊടുത്താൽ 1ൻ്റെ സ്ഥാനം വീണ്ടും ഇടത് ഭാഗത്തേക്ക് നീങ്ങും. അപ്പോൾ അത് 10,00,000-ആയി മാറും. വീണ്ടും ഒരു 0 കൂടി ചേർത്ത് കൊടുത്താലോ അത് കോടി, 1 കോടി. അപ്പോൾ 1ൻ്റെ സ്ഥാനം ഓരോന്നായിട്ട് മാറുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും സ്ഥാനവില വരുന്നത്? 1, 10, 100, 1000, 10,000, ലക്ഷം, 10,00,000, കോടി. ഇനിയും നമ്മൾക്ക് 0 ഇട്ട് കൊടുത്തുകൊണ്ട് 10 കോടി, 100 കോടി എന്നിങ്ങനെ നമുക്ക് തുടർന്നു കൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ ഇങ്ങനെ. ഇനി വിദേശ രാജ്യങ്ങളിൽ ഈ ക്രമത്തിന് ഒരല്പം വ്യത്യാസമുണ്ട്. ഒന്ന് നോക്കൂ. ഇവിടെ ഒന്നാമത്തെ സംഖ്യ എന്താ വായിക്കുക? നമ്മൾ എന്താ വായിക്കിയത്? 1,00,000 രൂപയാണ്. ഇത് വിദേശ രാജ്യങ്ങളിൽ പറയുന്നത് 100,000. വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയാണ് ആ നമ്പർ എഴുതുന്നത്. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് 1,00,000 എന്ന് എഴുതുന്നത്? 1 കഴിഞ്ഞിട്ടാണ് നമ്മൾ കോമ ഇടുക. അടുത്ത സംഖ്യ നോക്കൂ. നമ്മുടെ നാട്ടിൽ 10,00,000 എന്ന് പറയും, അവിടെ മില്യൺ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ 10 മില്യൺ. 10 മില്യൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ 1 കോടിയാണ്. പിന്നെ 100 മില്യൺ, ബില്യൺ എന്നിങ്ങനെ പോവും. തുടർന്ന് 10 ബില്യൺ, 100 ബില്യൺ എന്നിങ്ങനെ 1000 ബില്യനെ ട്രില്യൺ എന്നാണ് പറയുന്നത്. ഇത്ര വലിയ സംഖ്യകളുടെ ആവശ്യം എന്താണ് നമ്മൾക്ക്, അല്ലേ? നമ്മൾ ഇത്ര വലിയ സംഖ്യ എവിടെയാണ് ഉപയോഗിക്കുക? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നോക്കാം. നമ്മുടെ കേരളത്തിൽ ഏകദേശം എത്ര ആളുകളുണ്ടെന്നറിയാമോ? അതായത് 2011 കണക്കെടുപ്പ് അനുസരിച്ചിട്ട് ഏതാണ്ട് 3,40,00,000. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏകദേശം 34 മില്യൺ ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യ മുഴുവൻ എടുത്താൽ എത്ര ആളുകളുണ്ടാവും? 100 കോടിയേക്കാൾ അഥവാ 1 ബില്യനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ലോകം മുഴുവൻ നോക്കുമ്പോഴോ, അല്ലേ, ഏതാണ്ട് 800 കോടി അഥവാ 8 ബില്യൺ ആളുകളാണ് ഈ ലോകം മുഴുവൻ ഉള്ളത്. ഒന്നിനു ശേഷം കുറേ 0 മാത്രമുള്ള സംഖ്യകളെ ഇങ്ങനെയെല്ലാം പേരുകളിട്ട് വിളിക്കാമെന്ന് നമ്മൾ പഠിച്ചു. അതല്ലാതെ 1ഉം 0ഉം അല്ലാതെ വേറെയും സംഖ്യകൾ വരാലോ. അങ്ങനെയല്ലാത്ത സംഖ്യകളെ നമ്മൾ എങ്ങനെ വിളിക്കും? നമുക്ക് നോക്കാം. ഉദാഹരണമായി 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെയെല്ലാം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് 3, 6, 2, 8, 8, 0 അല്ലേ? തുടർന്നുള്ള കുറേ സംഖ്യകൾ ഓരോന്നായി ഗുണിക്കുമ്പോൾ ഗുണനഫലങ്ങൾ എങ്ങനെ വലുതാകുന്നു എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ആദ്യത്തെ നമ്പർ നോക്കാം, 3. അതെന്ത് വായിക്കും? 3. ഇനി ഫസ്റ്റത്തെ 2 അക്കങ്ങൾ നോക്കിയാലോ? 36. വീണ്ടും 3 അക്കങ്ങൾ നോക്കാം, 362. വീണ്ടും ഒന്നുകൂടെ ചേർത്തിയാൽ 3628. വീണ്ടും അടുത്ത സംഖ്യ കൂടി എടുക്കുമ്പോൾ 36,288. വീണ്ടും തൊട്ടടുത്ത സംഖ്യ കൂടി കൂട്ടുമ്പോൾ 3,62,880 എന്നാണ് ഈ സംഖ്യ മുഴുവനുമായിട്ട് വായിക്കുന്നത്. ഈ ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ വായിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ആദ്യം നമ്മൾ സംഖ്യകൾ എഴുതിയ ശേഷം വലത്തോട്ട് നിന്ന് ഇടത്തോട്ട് നമ്മൾ 1, 10, 100, 1000 എന്നിങ്ങനെ എഴുതി നോക്കാം. ഇവിടെ നോക്കൂ, 0ൻ്റെ സ്ഥാനം 1, 8ൻ്റെ സ്ഥാനം 10, 8ൻ്റെ സ്ഥാനം 100, 2ൻ്റെ സ്ഥാനം 1000, 6ൻ്റെ സ്ഥാനം 10,000,
3ൻ്റെ സ്ഥാനം ലക്ഷം. വീണ്ടും സംഖ്യകൾ പോകുമ്പോൾ 10 ലക്ഷം, കോടി എന്നിങ്ങനെ പോവും. അപ്പോൾ അവസാനം വരുന്ന നമ്പർ ഏതാണോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വായിക്കാൻ തുടങ്ങുന്നത്. എനിക്കിവിടെ മുഴുവനായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം എഴുതിയത്. കൂട്ടുകാരത് മനസ്സിലാക്കുമല്ലോ അല്ലേ? ഒന്നുകൂടെ നമ്പർ വായിച്ചാലോ? 3,62,880. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അക്കങ്ങൾ നമ്മൾക്ക് എണ്ണിയും വായിക്കാം. അതെങ്ങനെയാ? ഒരക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 1 മുതൽ 9 വരെ. 1, 2, 3, 4 അങ്ങനെ തുടങ്ങിയിട്ട്. ഇനി രണ്ടക്ക സംഖ്യകളോ? ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ പറഞ്ഞേ 10. ഇനി ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാ? 99. അപ്പം നമ്മൾക്ക് പറയാം രണ്ടക്ക സംഖ്യകൾ ഏത് മുതൽ ഏത് വരെയാ? 10 മുതൽ 99 വരെ. മൂന്നക്ക സംഖ്യകൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയായ 100 മുതൽ 999 വരെയും, നാലക്ക സംഖ്യകൾ 1000 മുതൽ 9999 വരെയും ആണ്. ഇനി അഞ്ചക്ക സംഖ്യയോ? ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ ഏതാ? 10,000. ആ 10,000 മുതൽ 99,999 വരെയാണ്. ആറക്ക സംഖ്യയോ? 1,00,000 മുതൽ 9,99,999 വരെ. ഇതിങ്ങനെ നീണ്ടു പോകും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2, 3, 4, 5, 6, 7. എങ്ങനെയാണ് ഇത് വായിക്കുന്നത്? ആറക്ക സംഖ്യയാണ് അല്ലേ? അപ്പോൾ ആറക്ക സംഖ്യ അവസാനിക്കുന്നത് എവിടെ? അങ്ങനെയാണ് നമ്മൾ നോക്കുക അല്ലേ? ഒരു മെത്തേഡ് നോക്കാം. നമ്മൾ ഇവിടെ അക്കം എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ഥാനവില എഴുതി നോക്കാം. 2ൻ്റെ സ്ഥാനവില 1,00,000, 3 10,000, 4 1000, 5 100, 6 10, 7 1. ഇനിതെങ്ങനെ വായിക്കണമെന്ന് നോക്കാം. 2,34,567. ഒന്നുകൂടി വായിക്കാം. 2,34,567. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ. 2023 അവിടെ 100ൻ്റെ സ്ഥാനത്ത് 0 വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ 100 പറയേണ്ട കാര്യമില്ല. ആദ്യത്തെ 2 1000, 100ൻ്റെ സ്ഥാനത്ത് 0 ആയത് കാരണം നമ്മളവിടെ ഒന്നും പറയുന്നില്ല. പിന്നെ 23. 2023 ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? അവിടെ നമ്പർ തന്നിരിക്കുന്നത് നോക്കൂ. 3,56,569 കിലോമീറ്ററും ഏറ്റവും കൂടിയ ദൂരം 4,06,458 കിലോമീറ്ററും ആണ്. അടുത്തത് വായിക്കാം. 2011 കണക്ക് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ 3,34,06,61. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ 1,22,08,54,977 ആണ്. അടുത്തത് വായിക്കാം. 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം 3,99,16,800 ആണ്. ഇനി അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം. പെരുകുന്ന സംഖ്യകൾ 1, 2, 3 തുടങ്ങി 9 വരെ എന്നിങ്ങനെ 9 ഒരക്ക സംഖ്യയേ ഉള്ളൂ. രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് പറയാമോ? അതായത് 10 മുതൽ 99 വരെ.
ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 10ഉം ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 99 വരെയുമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണമുണ്ട്? ആലോചിക്കാം. 1 മുതൽ 99 വരെ ആകെ 99 സംഖ്യകളാണ് ഉള്ളത്. അവയിൽ നിന്നും 1 മുതൽ 9 വരെയുള്ള ഒരക്ക സംഖ്യകൾ മാറ്റണം. അപ്പോൾ എങ്ങനെ എഴുതാം? ആകെ 99, അതിൽ നിന്നും 9 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 90 കിട്ടും. ഈ 90 എണ്ണമാണ് രണ്ടക്ക സംഖ്യകൾ. ഇതുപോലെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്നും നമ്മൾക്ക് കണക്കാക്കാം. 1 മുതൽ 999 വരെയുള്ള സംഖ്യകളിൽ നിന്ന് 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ മാറ്റുക. അപ്പോൾ എങ്ങനെ എഴുതും? 999 മൈനസ് 99 900. ആകെ 900 മൂന്നക്ക സംഖ്യകളാണ് ഉള്ളത്. ഇനി ആദ്യം നിസ്സാരമായൊരു ചോദ്യം. 1, 3 എന്നീ രണ്ടക്കങ്ങൾ വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 1ഉം 3 മാത്രമേ വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയായിരിക്കും? 13, പിന്നെ 31. കാരണം 1ഉം 3ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ട് നമുക്ക് ആകെ 2 രണ്ടക്ക സംഖ്യകളെ കിട്ടിയുള്ളൂ. 1, 3, 5 എന്നീ 3 അക്കങ്ങളും വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? നമുക്കത് എഴുതി നോക്കാം. നമുക്ക് ഈ 3 അക്കങ്ങളും എഴുതി നോക്കുക. അതിനേക്കാൾ നമ്മൾ തൊട്ട് മുൻപിൽ ചെയ്തിട്ടുള്ള 13, 13ൽ എത്ര ഉള്ളത്? 1ഉം 3ഉം. അതിൻ്റെ കൂടെ 5 എന്നൊരു നമ്പറല്ലേ കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 13നോടൊപ്പം തന്നെ ഇതിൻ്റെയോടൊപ്പം 5 എന്നത് സ്ഥാനം മാറ്റി നമുക്ക് കൊടുക്കാം. അതായത് ആദ്യം 13ൻ്റെ മുൻപിൽ 5 ചേർക്കാം. അപ്പോൾ എന്ത് വായിക്കും? 513. അതുപോലെ 13ൻ്റെ നടുവിൽ 5 ചേർക്കാം. അപ്പോൾ 1, 5, 3 അതെന്ത് വായിക്കും? 153. അടുത്തത് 13ൻ്റെ വലതുഭാഗത്ത് 5 ചേർക്കാം. അപ്പോൾ 135. ഇപ്പോൾ മൊത്തം എത്ര എണ്ണം കിട്ടി? 3 എണ്ണം കിട്ടിയല്ലേ. ഇനി അതുപോലെ അടുത്ത നമുക്ക് രണ്ടക്ക സംഖ്യ ഏതായിരുന്നു 1ഉം 3ഉം ഉപയോഗിച്ചിട്ടുള്ളത്? 31. ഇതേപോലെ 31ൻ്റെ സ്ഥാനങ്ങളിൽ 5 സ്ഥാനം മാറ്റി നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ 531, 351, 315 എന്നീ സംഖ്യകൾ കിട്ടി. അപ്പോൾ ആകെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആകെ 6 എണ്ണം കിട്ടി. 3 + 3 6 എണ്ണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു നമ്പർ കൂടെ ഒരക്കം കൂടെ ചേർത്താലോ? നോക്കാം. അപ്പോൾ 1, 3, 5, 7 എന്നീ അക്കങ്ങളെല്ലാം എത്ര നാലക്ക സംഖ്യകളുണ്ട്? ഇതേപോലെ നമ്മൾക്ക് കിട്ടിയ 513, 153, 135, 531, 351, 315ൻ്റെ കൂടെയെല്ലാം നമുക്ക് 7ൻ്റെ സ്ഥാനം മാറ്റി മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടും. നോക്കാം. 1, 3, 5 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഓരോന്നിലും 7 ഏതൊക്കെ സ്ഥാനങ്ങളിൽ ചേർക്കാം? എങ്ങനെ നമുക്ക് നമ്പേഴ്സ് എഴുതാം? നമ്മൾ നേരത്തെ 1ഉം 3ഉം 5ഉം ചേർത്ത് ഉണ്ടാക്കിയ സംഖ്യകളോടൊപ്പം 7 സ്ഥാനം മാറ്റി കൊടുക്കുമ്പോൾ ആദ്യം കിട്ടിയ ഓരോ സംഖ്യകളും 4 എണ്ണമായിട്ട് മാറുന്നുണ്ട്. മൊത്തം എത്ര സംഖ്യകളുണ്ടാവും? നമുക്ക് ആകെ നേരത്തെ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നത്? 6 എണ്ണം. ഈ 6 എണ്ണത്തിൻ്റെ കൂടെ ഓരോന്നും 4 എണ്ണം വീതം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യും? 6 × 4 അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിച്ച രീതി മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം. 1, 3, 4, 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന നാലക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. എങ്ങനെ ഇത് കണക്കാക്കാം? അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം.
ഇപ്പം നോക്കൂ 1 3 4 5 അങ്ങനെയല്ലേ. ഇതിൽ നമുക്ക് ആദ്യത്തെ 1ഉം 3ഉം എടുക്കുകയാണെങ്കിൽ 1ഉം 3ഉം വെച്ച് നമുക്ക് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? 2 എണ്ണം അല്ലേ. 13ഉം 31ഉം അല്ലേ. ഇനി അതിൻ്റെ കൂടെ 4 എന്നുള്ള സംഖ്യകൾ കൂട്ടുകയാണെങ്കിൽ 4ൻ്റെ സ്ഥാനങ്ങൾ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറും. അപ്പോൾ നോക്കിക്കേ 1ഉം 3ഉം വെച്ചിട്ട് നമ്മൾക്ക് 2 എണ്ണം കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സംഖ്യകൾ കൂടി കൂട്ടുമ്പോൾ അതായത് 3 അക്കങ്ങൾ വെച്ചിട്ട് നമുക്ക് എത്ര സംഖ്യകൾ ഉണ്ടാക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം, 2 അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 2 സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 3 അക്കങ്ങൾ ഉപയോഗിച്ച് നമ്മൾക്ക് 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കാം. ആദ്യം 2 അല്ലേ, ആ 2ൻ്റെ കൂടെ ഇനി വരുന്ന മൊത്തം സംഖ്യകളുടെ എണ്ണം ഗുണിച്ചാൽ മതി. 3 അക്കങ്ങൾ ഉപയോഗിച്ചുള്ള സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 6. പിന്നെ 4 അക്കങ്ങളാണെങ്കിൽ ആ കിട്ടിയ ഉത്തരത്തിനോട് അതായത് 6ൻ്റെ കൂടെ 4 ഗുണിച്ചാൽ മതി. അപ്പൊ 6 × 4 24. ഇനി അടുത്തത് 5 അക്കങ്ങളാണെങ്കിലോ നമുക്കതിന് മുകളിൽ കിട്ടിയിട്ടുള്ള 4 അക്കങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സംഖ്യകളുടെ എണ്ണത്തിനോടൊപ്പം 5 ഗുണിച്ചു കഴിഞ്ഞാൽ 5 അക്കങ്ങൾ ഉപയോഗിച്ചുള്ള സംഖ്യകളുടെ എണ്ണം കിട്ടും. ഇവിടെ നോക്കൂ, 2 × 3 6. അതേ കിട്ടിയ 6 കൊണ്ട് നമ്മൾ വീണ്ടും 4 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ 6 × 4 24. ഇനി വീണ്ടും നമ്മൾക്ക് 5 അക്കങ്ങളായപ്പോൾ 24 × 5 120. ഇനി 6 ആണെങ്കിലോ 6 അക്കങ്ങളാണെങ്കിൽ 120 × 6 ഗുണിക്കും. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളും ഉപയോഗിക്കുന്ന എത്ര 9 അക്ക സംഖ്യകളുണ്ട്? ഇനി ഈസിയായി കണ്ടുപിടിക്കാമല്ലോ അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 0 ഇതിൻ്റെ ഇടയിൽ കൂട്ടാതെ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് 9 അക്ക സംഖ്യകൾ 3,62,880 എണ്ണം ഉണ്ടാക്കാം. ഇതുവരെ ചെയ്തതിൽ നമ്മൾ 0 ആഡ് ചെയ്തിട്ടില്ല അല്ലെ, 0 നമ്മൾ കൂട്ടിയിട്ടില്ല. ഇനി 0 കൂട്ടുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ ചെയ്യുക. കാരണം ഒരിക്കലും നമ്മൾക്ക് ഈ സംഖ്യകളുടെ എല്ലാം ഫസ്റ്റ് ആദ്യം നമുക്ക് 0 വയ്ക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ എന്താ, അതിന് വാല്യൂ ഉണ്ടോ? 0 ഏറ്റവും ഇടത് ഭാഗത്ത് 0 വന്ന് വാല്യൂ ഇല്ല എന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, 0 1 3 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ടെന്ന് നമുക്ക് എങ്ങനെ നോക്കാം? ഇതിനു മുൻപ് നമ്മൾ 1 3 എന്നതിനോടൊപ്പം 5 ചേർക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു? 5 എന്നത് 3 അക്കങ്ങൾ കൂട്ടി എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് എത്രയായിരുന്നു ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്? 2 × 3 6 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ 2 സാഹചര്യങ്ങളിലും 13ൻ്റെ കൂടെയും 31ൻ്റെ കൂടെയും ആദ്യം നമ്മൾ 5 ചേർത്തു. അപ്പം അതിന് വാല്യൂ ഉണ്ട് അല്ലേ. അപ്പം 513 531. പക്ഷെ ഇവിടെ നമ്മൾക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇടത് ഭാഗത്ത് 0 വന്നാൽ നമ്മളത് 3 അക്ക സംഖ്യയായിട്ട് കണക്കാക്കില്ല അല്ലേ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആകെ ഇനി 2 സ്ഥാനങ്ങളിൽ, അവിടെ 5 ആണെങ്കിൽ 3 സ്ഥാനങ്ങളിൽ നമ്മൾ ചേർത്ത് കൊടുത്തു. പക്ഷേ ഇനി ഇവിടെ എന്തേ പറ്റുള്ളൂ? ആകെ 2 സ്ഥാനങ്ങളിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നോക്കാം നമുക്കതെങ്ങനെ എഴുതാന്ന്. 1 0 3 പിന്നെ 1 3 0. 31ൻ്റെ കൂടെ കൂടുമ്പോൾ 3 0 1 3 1 0. നമ്മൾ 5 ചേർത്തപ്പോൾ എന്തായിരുന്നു? ഇടത് ഭാഗത്ത് 5 ചേർത്തു. അപ്പോൾ ഇവിടെ 2 എണ്ണം കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇടത് ഭാഗത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഉത്തരത്തിൽ നിന്നും 2 കുറച്ചാൽ പോരെ. നേരത്തെ എത്രയായിരുന്നു ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 6. അപ്പോൾ 6 - 2 അല്ലേ. 2 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. അല്ലെങ്കിൽ 2 × 2 4 കിട്ടും. നോക്കൂ, 0 1 3 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 4 അക്ക സംഖ്യകളോ? നമ്മൾക്കറിയാം 1 3 5 എന്ന സംഖ്യകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 6 ആണ് ഉത്തരം കിട്ടിയത്.
ഇനി പുതിയ ഒരു അക്കം കൂടെ നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് സാധാരണയായി 4 സ്ഥാനങ്ങളിൽ ചേർക്കാൻ പറ്റുമായിരുന്നു അല്ലേ? മുൻപ് നമ്മൾ പഠിച്ചത് പ്രകാരം 4 സ്ഥാനങ്ങളിൽ ചേർക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായിരുന്നു, മുൻപ് കിട്ടിയ ആൻസറിൻ്റെ കൂടെ നമുക്ക് എത്ര സംഖ്യയാണോ, എത്ര അക്കമാണോ അതാണ് നമ്മൾ ഇൻറ്റു ചെയ്തിട്ടുണ്ടായിരുന്നത്, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കത് പൂജ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 1, 3, 5 എന്ന അക്കങ്ങളുടെ എല്ലാം 0 ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മൊത്തം എത്ര സ്ഥാനങ്ങളുണ്ട്? 3 സ്ഥാനങ്ങൾ. അപ്പോൾ 6 × 3 18 ആയിരിക്കും ഉത്തരം. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇനി കുറച്ചും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അത് നിങ്ങൾക്ക് കാണുന്നവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ നോക്കും, മറ്റൊരു വിധത്തിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1, 3, 5, 7 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 24 നാലക്ക സംഖ്യകളുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഈ 1, 3, 5നോടൊപ്പം തന്നെ 7 ചേർത്തപ്പോൾ നമുക്ക് 7നെ ആദ്യം ചേർക്കാൻ പറ്റുമായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് 0 വന്ന് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് നേരത്തെ 24 കിട്ടിയത്. ആ 24 നമുക്ക് 6 എണ്ണം ഉണ്ടായിരുന്നു. ഈ 6 എണ്ണത്തിൻ്റെയും മുൻപിൽ നമ്മൾക്ക് 0 ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 24 നിന്നും 6 എണ്ണം കുറച്ചു. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 18. ഈ 2 രീതിയിൽ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. നമുക്കിനി യെല്ലോ കളർ പാട്ടൊന്ന് നോക്കാം കേട്ടോ. കപ്പേക്കർ സംഖ്യ. ഏതെങ്കിലും 4 അക്കങ്ങൾ എടുത്ത് അവയെല്ലാം ചേർത്ത് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും എഴുതുക. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? എങ്ങനെ നമ്മൾ ചെയ്യുക? ഇവിടെ നോക്കൂ, 2, 3, 5, 6 എന്ന സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഇതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ആരോഹണ ക്രമവും അവരോഹണ ക്രമവും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താ? ചെറുതിൽ നിന്നും വലുതിലേക്ക് തന്നിരിക്കുന്ന നമ്പറുകൾ തമ്മിൽ ചെറുതിൽ നിന്നും വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കും എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാൻ തന്നിരിക്കുന്ന അക്കങ്ങൾ നിന്നും നമുക്ക് വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ വലിയ സംഖ്യ കിട്ടും. ഇനി ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതിയാലോ ഏറ്റവും ചെറിയ സംഖ്യയും കിട്ടും. ഇനി ഇവിടെ നോക്കുക, ഇവയുടെ വ്യത്യാസം ഇവിടെ തന്നിരിക്കുന്നതിൽ 6532 മൈനസ് 2356. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 4176. 4776. 6, 1, 7, 4 അക്കങ്ങൾ എടുത്ത് ഈ ക്രിയകൾ ആവർത്തിച്ചാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റേതെങ്കിലും 4 അക്കങ്ങൾ എടുത്ത് ഈ ക്രിയകൾ ചെയ്യുമ്പോൾ 6, 1, 7, 4 എന്ന സംഖ്യയിൽ തന്നെ അവസാനിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. കൂട്ടുകാർ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വേറൊരു 4 അക്ക സംഖ്യ എടുത്തിട്ട് ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മുടെ വീഡിയോ ലെങ്തായി പോവാതിരിക്കാനാണ്. ഇത് കുറച്ചും കൂടെ കണക്കുകൾ ചെയ്യാനുണ്ടല്ലോ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 0 എന്ന അക്കം വരുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ട്? 0 ഇല്ലാത്ത 2 അക്ക സംഖ്യകളോ? നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് പഠിച്ച ഭാഗമാണ് അല്ലേ? നോക്കാം ഉത്തരം. നമുക്കറിയാം ആകെ 2 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 10 മുതൽ 99 വരെ, അതായത് 90 എണ്ണം. ഇനി ഇതിൽ ഈ 90 എണ്ണത്തിൽ 0 വരുന്നത് 9 എണ്ണമാണ്, അതായത് 10, 20, 30, 40 അങ്ങനെ 90 വരെ പോവും. ഇനി 0 വരാത്തതോ? ഈ 90 എണ്ണത്തിൽ ഈ 10ഉം 20ഉം 30ഉം മാറ്റി പോരെ. ഇനി നോക്കൂ, അപ്പോൾ മൊത്തം 2 അക്ക സംഖ്യകൾ 90 എണ്ണം. ഇതിൽ 0 വരുന്നത് 9 എണ്ണം. അപ്പോൾ 90ൽ നിന്നും 9 കുറച്ചാൽ 0 വരാത്ത 2 അക്ക സംഖ്യകൾ 81 എണ്ണം. അടുത്ത ചോദ്യം നോക്കാം. 2 പൂജ്യമുള്ള എത്ര 3 അക്ക സംഖ്യകളുണ്ട്? 100 മുതൽ 999 വരെയാണ്, അതായത് ഏകദേശം 900 എണ്ണം. ഇനി ഇതിൽ 2 പൂജ്യമുള്ള 3 അക്ക സംഖ്യകൾ 9 എണ്ണമാണ്, അതായത് 100, 200, 300 അങ്ങനെ 900 വരെ. ഇനി രണ്ടാമത്തെ ചോദ്യം, 1 പൂജ്യമുള്ള 3 അക്ക സംഖ്യകൾ 162, അതായത് 162 എന്ന് പറയുന്നത് 101, 102, 103 അങ്ങനെ 110 വരെ നമുക്ക് 1 പൂജ്യം ഉള്ളൂ അല്ലേ? അതിനുശേഷം 120, 130, 140, 100 അങ്ങനെ പോകും. അങ്ങനെ 190 വരെ പോകും. വീണ്ടും 201, 202, 203, 210, 220, 230.
ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 162 എണ്ണമാണ് കിട്ടുന്നത്. ഇനി 0 ഇല്ലാത്ത 3 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2 പൂജ്യമുള്ള 9 എണ്ണവും 1 പൂജ്യമുള്ള 162 എണ്ണവും. ഇത് കുറച്ചാൽ പോരെ? അപ്പോൾ 900-ൽ നിന്ന് നമുക്ക് 171 കുറച്ചാൽ മതി. ഒരക്കം തന്നെ ആവർത്തിച്ച് വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് അല്ലേ? നോക്കൂ, ഒരക്കം ആവർത്തിച്ച് വരുന്നത് എന്ന് പറയുമ്പോൾ രണ്ടക്ക സംഖ്യ ആയിരിക്കണം, ഒരേ സംഖ്യ ആയിരിക്കണം. നോക്കിയാൽ 11, 22, 33 അങ്ങനെ 99 വരെ 9 എണ്ണമാണ്. ഒരക്കം 3 തവണ ആവർത്തിക്കുന്ന 3 അക്ക സംഖ്യ, അതും 9 തന്നെയാണ്. 111, 222, 333 അങ്ങനെ പോകും. അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട്. ഉദാഹരണമായി 46,764. തിരിച്ച് വായിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇതിൽ രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളാണ്? ഉത്തരം 9 ആണ്. അതായത് 11, 22, 33, 99 വരെ തിരിച്ചിട്ടാൽ അത് അങ്ങനെയാണ് വായിക്കുക. ഇനി 3 അക്ക സംഖ്യകളിൽ ധാരാളം ഉണ്ട്. അത് കൂട്ടുകാർ തന്നെ ഒന്ന് നോക്കണം കേട്ടോ. നമ്മളുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അടുത്ത ചോദ്യം, 1, 2, 3, 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ഇത് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ മുൻപിൽ പഠിച്ചതാണ് അല്ലേ? 0 ഇല്ലാത്ത ഏതെങ്കിലും 4 സംഖ്യകൾ അവയുടെ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഈസി ആയിരുന്നു. നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1, 3, 5, 7 എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിൽ അല്ലേ? അപ്പോൾ എത്രയായിരുന്നു ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 24. കുട്ടികളെ, നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ പാഠം മനസ്സിലായില്ലേ അല്ലേ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. 5ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.